സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തമായ നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് സംഘടനകൾക്കും കൂട്ടായ്മകൾക്കുമായി നൽകി വരുന്ന പുരസ്കാരമാണ് ഷെയ്ഖ് അൻസാരി അവാർഡ്. കഴിഞ്ഞ 3 തവണയായി ഇത്തരത്തിലുള്ള പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായ ഒരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച 3 വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾക്കായും വ്യക്തികൾക്കായും നമ്മളത് നൽകി കഴിഞ്ഞു. ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്തരത്തിൽ പരിശീലനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും എല്ലാം അതേപോലെ സേവന പ്രവർത്തനങ്ങളിലൂടെയും വളരെ വ്യത്യസ്തമായ ഒരു സംസ്കാരം തന്നെ നമുക്ക് മുന്നിലേക്ക് വെച്ച് തന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന സംഘടനയ്ക്കാണ്. അത് കോഴിക്കോട് തന്നെയുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തെ അംഗീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എസ് മാധവൻ സർ, ഡോക്ടർ സുരേഷ്, ഡോക്ടർ അൻവർ ഹുസൈൻ, മിസ് സത്യൻ, ബഷീർ സർ, സി ടി സർ, കുഞ്ഞലവി സർ, മിസ്റ്റർ ഗഫൂർ, മിസ്റ്റർ അഹമ്മദ് കുട്ടി സർ, സദസ്സിലുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഷെയ്ഖ് അൻസാരി അവാർഡിൻ്റെ 4ാമത്തെ വാദന ചടങ്ങിലെത്തുമ്പോൾ ഒരു 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന്, കെയർ എന്ന് പറയുന്ന, ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വാല്യൂ, ഒരു ക്വാളിറ്റി, ഒരു ഗുണം, ഒരു ശക്തി. 2ാമത്തത് സന്നദ്ധ പ്രവർത്തനം, സന്നദ്ധ സേവനം, വോളണ്ടിയറിസം എന്ന് പറയുന്ന ഒരാശയം. ഈ 2ഉം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആശയമാണ്, ഒരു സ്വപ്നമാണ്, ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിങ്ങളുടെ മതം ഏതാവട്ടെ, നിങ്ങളുടെ ഭാഷ ഏതാവട്ടെ, നിങ്ങളുടെ ജാതി ഏതാവട്ടെ, നിങ്ങളുടെ ലിംഗം ഏതാവട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വന്നാലും, നിങ്ങൾക്ക് പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് മരുന്ന് കിട്ടും, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടും, നിങ്ങൾക്ക് അന്തസ്സുണ്ടാവും എന്ന ആശയത്തിലാണ് വളരെ ലളിതമായി ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്. ആ ആശയത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ഇന്ത്യക്കാർ നമുക്ക് ചെയ്യാനുള്ളതെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഒരു സാധനം ശ്രദ്ധയാണ്. ആ ശ്രദ്ധയാണ് ഷെയ്ഖ് അൻസാരി ദയാപുരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു വെച്ച ഒരു വാചകം. മരുന്നോ ഭക്ഷണമോ വിദ്യാഭ്യാസമോ കിട്ടാതെ കഷ്ടപ്പെടുന്ന ആർക്കും അവരുടെ മതമോ പ്രദേശമോ ഏതാവട്ടെ ഒരു അഭയസ്ഥാനമായി ദയാപുരം മാറണം എന്നുള്ളൊരു വാക്ക് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവരോടും സിറ്റി സാറോട് പ്രത്യേകിച്ചും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ ആ ശ്രദ്ധയാണ് നമ്മുടെ രാജ്യമായി മാറുന്നത്, നമ്മുടെ കൂട്ടായ്മയായി മാറുന്നത്, നമ്മെ ഒരു ജനതയാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ശ്രദ്ധ രാജ്യത്തിന് പ്രധാനമാണ്, സംസ്ഥാനത്തിന് പ്രധാനമാണ്, സ്ഥാപനത്തിന് പ്രധാനമാണ്, എല്ലാവർക്കും പ്രധാനമാണ്. ഈ ശ്രദ്ധ ഒരു അവകാശമാണ് എന്ന് പറയുന്ന ഒരു കേന്ദ്രം 31 വർഷം മുമ്പ് ഒരു കൂട്ടായ്മ ആദ്യം ഒരു ആലോചനയായി, പിന്നെ അതൊരു ആശയമായി, പിന്നെ ഒരു പ്രവർത്തന മേഖലയായി, പിന്നെ അതൊരു സ്ഥാപനമായി മാറിയ ഒരു സ്ഥാപനത്തെ കൊണ്ടാടുക എന്ന് പറയുന്നത്, അതിനെ ആഘോഷിക്കുക എന്ന് പറയുന്നത്, അതിനെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് ദയാപുരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ദയാപുരം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നമ്മൾ വലിയൊരു മൂല്യത്തെ ചെറിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കാനും ആത്മാർത്ഥമായി ജീവിക്കാനും ശ്രമിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ഇത് ചെയ്യുന്ന, നമ്മളെക്കാൾ ഗംഭീരമായിട്ട് ആഴത്തിൽ, വ്യാപ്തിയിൽ, ഉയരത്തിൽ ഇത് ചെയ്യുന്ന ആളുകളെ കൊണ്ടാടുക എന്നുള്ളത് നമുക്ക് ഹൃദയം നിറയുന്ന, വളരെ സന്തോഷം തോന്നുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ശ്രദ്ധയുടെ, കെയറിൻ്റെ ഒരു സംസ്കാരത്തെ, ഒരു ആശയത്തെ അവതരിപ്പിച്ച ഒരു കൂട്ടായ്മയെ കൊണ്ടാടാനുള്ള, അങ്ങനെ തന്നെ ആലോചിക്കുന്ന വേറൊരു കൂട്ടായ്മയുടെ അതിൻ്റെ സ്ഥാപക പ്രചോദനത്തിൻ്റെ പേരിലുള്ള ഒരു സായാഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ശ്രദ്ധയുടെ
സ്നേഹത്തിൻ്റെ, ദയയുടെ ഒരു സായാഹ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം വോളണ്ടിയറിസമാണ്. കാരണം നമ്മളൊക്കെ ജോലികൾ ചെയ്യുന്നു, നമുക്കൊക്കെ നമ്മുടെ പണികളുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമുക്കൊക്കെ കുറച്ച് സമയമുണ്ട്, കുറച്ച് ശ്രദ്ധ, കുറച്ച് പണം, കുറച്ച് സ്കില്ലുകൾ, കുറച്ച് കോൺടാക്റ്റുകളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ടൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും? സന്നദ്ധ പ്രവർത്തനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സന്നദ്ധ പ്രവർത്തനത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തെളിവാണ് ഇന്ത്യ. നമ്മൾ മറന്നുപോയൊരു സാധനമാണ് വോളണ്ടിയറിസം എന്ന് പറയുന്നത്. വക്കീലന്മാരും ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ കൂടിച്ചേർന്ന് കൊല്ലത്തിലൊരിക്കൽ ഒരു മീറ്റിംഗ് കൂടി അതിന് കോൺഗ്രസിന് പേരിട്ടിട്ട് ഒരു ആശയം തുടങ്ങുന്നു, അല്ലേ? ഈ ഒരു വോളണ്ടിയറിസം എന്ന് പറയുന്ന സ്പിരിറ്റിലാണ് ദയാപുരം സന്നദ്ധ പ്രവർത്തകർ നടത്തുന്നൊരു സ്ഥാപനമാണ്. പല അധ്യാപകരുണ്ട്, എഴുത്തുകാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, കച്ചവടക്കാരുണ്ട്, വേറെ പല ആളുകളുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ അതിൻ്റെ ഒരു മനസ്സൊരു സന്നദ്ധ പ്രവർത്തനത്തിന് മനസ്സുപോലെ ആക്കിയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് IPM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ തരുന്നൊരു വലിയ എനർജി എന്താണെന്ന് വെച്ചാൽ, ഒരാലോചന കുറച്ച് ഡോക്ടർമാർ തുടങ്ങുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഒരാശയം പറയുന്നു, അതിന് മെഡിക്കൽ കോളേജ് കുറച്ച് സ്ഥലം കൊടുക്കുന്നു, സൗകര്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ വന്ന് ഒരു 20,000 രോഗികളെ ഒരാഴ്ച നോക്കുന്ന ഒരു വർഷത്തിൽ നോക്കുന്ന ഒരു സിസ്റ്റം അവരുണ്ടാക്കുന്നു. എത്രയോ രാജ്യങ്ങളിൽ ഞാൻ എൻ്റെ ബ്രോഷർ നോക്കണം, എത്യോപ്യ, UK, സിംഗപ്പൂർ, എല്ലാ സ്ഥലത്തും. കാരണം കോഴിക്കോട് പല പെരുമകളുള്ള ഒരു സ്ഥലമാണ്. കോഴിക്കോട് മധ്യകാലം തുടങ്ങിയ പെരുമകളുള്ള സ്ഥലമാണ് കോഴിക്കോട്. കാലിക്കൂത്തായിട്ടും കാലിക്കറ്റായിട്ടും, അല്ലേ? അതിൻ്റെ ഇന്നത്തെ പെരുമകളിലൊന്ന്, പല പെരുമകളുണ്ട്. ബഷീർ അവസാനം ചേരുന്നത്, വയലാരിൽ നിന്ന് എത്തിച്ചേരുന്നത് കോഴിക്കോടാണ്. MT കോഴിക്കോടാണ്. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ കോഴിക്കോടാണ്. ഇന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോഴിക്കോടിൻ്റെ പെരുമകളിൽ, നന്മകളിൽ, വലുപ്പങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മുടെ അയൽവാസികളാണ് നമ്മുടെ കൂടുതൽ. അപ്പോൾ ഈ ഒരു ശ്രദ്ധയുടെയും വോളണ്ടിയറിസ്റ്റിൻ്റെയും ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മയെ എത്രയോ ആയിട്ട് നമ്മൾ അറിയും. കാരണം ഞാനൊക്കെ കാണുന്നത് ഡിഗ്രിക്ക് ഞാൻ ദേവരി കോളേജിലാണ് പഠിച്ചത്. അന്ന് തന്നെ ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡോക്ടർമാർ, നമ്മൾ അറിയുന്ന പല ഡോക്ടർമാരും പല സമയത്തും ഇന്ന് ഈ ഞായറാഴ്ച ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നില്ല, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പണിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബന്ധുക്കളായ ഡോക്ടർമാരൊക്കെ. കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ, സാമൂഹ്യ പ്രവർത്തനത്തിലോ സന്നദ്ധപ്രവർത്തനത്തിലോ വരാത്ത പല ആളുകളും പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളോട് സഹായങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരിലും, വില്യം ബ്ലേക്കിൻ്റെ ഒരു വാചകമുണ്ട്, there's a moment in every day that the devil cannot capture. ഒരു പിശാചിനും ഒരു തിന്മയ്ക്കും കിട്ടാത്തൊരു മൊമെൻ്റ് എല്ലാ ദിവസത്തിലുണ്ടെന്ന് ബ്ലേക്ക് പറയുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിനെ എടുത്ത് മനസ്സിലാക്കി അതിനെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ധാർമ്മികത ഉണ്ടാക്കുക, അങ്ങനെ ഒരു ജനതയായി മാറുക, അങ്ങനെ ശ്രദ്ധയുടെയും നമുക്കെന്ത് കൊടുക്കാൻ പറ്റും, നമുക്കെന്ത് കിട്ടാനുണ്ട് എന്നല്ല, നമുക്കെന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഏത് പ്രവർത്തനത്തിൻ്റെ. ഇത് ചാരിറ്റി എന്നല്ല, ഇത് ഞങ്ങൾ ചാരിറ്റി ആയിട്ട് ചെയ്യാനല്ല. അത് വളരെ നിന്ദനീയമായൊരു വാചകമാണെന്ന് വിചാരിക്കും. കാരണം നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വമാണ്. അൻസാരി അവാർഡ് ലഭിച്ച കോഴിക്കോട് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് NS മാധവനോട് ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കോഴിക്കോട് ആരംഭിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ രാജഗോപാൽ. അദ്ദേഹത്തെ ഈ അവസരത്തിൽ തീർച്ചയായും ഓർക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലത്ത് ഞാനും എൻ്റെ ശ്രീമതിയും പുസ്തകങ്ങളുമായും മാഗസിൻസുമായും അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കുറേ നേരം ചിലവാക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാനൊരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, സർ, നമുക്ക്
തിക്കോടിയൻ സാറിനെ, വലിയ എഴുത്തുകാരനായ തിക്കോടിയൻ സാറിനെ പോയി കാണാം. അദ്ദേഹത്തോട് ചോദിക്കാം എന്താ ചെയ്യേണ്ടത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു. തിക്കോടിയൻ പറഞ്ഞു, ബഷീർ, രാജഗോപാൽ, ഞാൻ എൻ്റെ ഒരു പുസ്തകം നിങ്ങൾക്ക് തരാം, ഒരു പുസ്തകം നിങ്ങൾക്ക് തരാം. ആ പുസ്തകം ടെക്സ്റ്റായാൽ അതിന് കിട്ടുന്ന എല്ലാ പണവും ഞാൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കൊടുക്കാം. അങ്ങനെ പുഷ്പവൃഷ്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ടെക്സ്റ്റ് പുസ്തക കമ്മിറ്റിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നൽകുകയും അത് BA BSc സെക്കൻഡ് ലാംഗ്വേജിന് ടെക്സ്റ്റാവുകയും ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-2.5 ലക്ഷം രൂപ അന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ രാജഗോപാലൻ സാറിൻ്റെ ക്ഷമാപൂർവമായ നിസ്തന്ത്രമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിൽ മുഴുവനും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ധാരാളമായി ഉണ്ടാകുകയും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അത് പ്രചരിക്കാനും മറ്റു രാജ്യങ്ങളിൽ പ്രചാരം നേടാനും ഒക്കെ അവസരമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ രാജഗോപാലൻ സാറിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. ആഷ്ലി എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരു വലിയ ഷൂസിലേക്കാണ് ഞാൻ കാലിറക്കി വയ്ക്കുന്നത്. കാരണം ഈ അവാർഡ് ഇത് കഴിഞ്ഞ തവണകളിലായി നൽകിയിരുന്നത് MD ആയിരുന്നു. ആ ഒരു വിടവിലേക്കാണ് ഞാൻ കടന്നു വരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വിനയം കൊണ്ട് ഞാൻ വരാതിരുന്നേന്. പക്ഷെ ഏതായാലും വന്നത് വളരെ നന്നായും തോന്നുന്നു. കാരണം ഒരു മഹത് വ്യക്തിയെക്കുറിച്ച്, ഷെയ്ഖ് അൻസാരിയെക്കുറിച്ച് എനിക്ക് വളരെയധികം അറിയാൻ കഴിഞ്ഞു. മനുഷ്യൻ്റെ ജീവിതത്തിലെ 3 വസ്തുക്കൾ: ഭക്ഷണം, ഔഷധം, വിദ്യാഭ്യാസം. ഈ 3 വസ്തുക്കളും യാതൊരു രീതിയിലുമില്ലാത്ത ഭേദഭാവങ്ങൾ കൂടാതെ എല്ലാവർക്കും എത്തിക്കുക എന്നൊരു സന്ദേശത്തോടു കൂടി ഈ ദയാപുരം എന്ന സ്ഥാപനത്തിൻ്റെ വിത്തുപാകിയ സ്ഥിതി. ഈ സന്ദേശം വഹിക്കുന്ന അർത്ഥം വളരെ വലുതാണ്. ഈ 3 കാര്യങ്ങളും, ഭക്ഷണമായാലും ഔഷധമായാലും വിദ്യാഭ്യാസമായാലും, ഈ 3 കാര്യങ്ങളും ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭേദഭാവങ്ങളും അസമത്വവും നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ ഉള്ളവരും ഇല്ലാത്തവർക്കും ഒരുപോലെ അത് പ്രാപ്തമല്ല. അതുപോലെ തന്നെയാണ് ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യവും. ഇതിലെല്ലാം സാമ്പത്തികമായും വർഗപരമായിട്ടുമുള്ള പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ അതിനെല്ലാം അപ്പുറമായിട്ട് അതിൽ ഭേദഭാവവും രാഷ്ട്രീയവും കൂടി കടന്നു വരുന്നു. ഭക്ഷണത്തിൻ്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇന്ത്യയിൽ കുറച്ചു കാലമായി ഉണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ ആ കാലം ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് താണുകൊണ്ടിരിക്കുന്ന സൂര്യൻ സംഭവിക്കുന്നത് തന്നെ സംഭവിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസിയാണ് ഞാൻ. ഈ 3 കാര്യത്തിൽ മൂന്നിക്കൊണ്ട് സമത്വമായിട്ടുള്ള ജാതി മത ഭേദമില്ലാതെ ഒരു ആദർശം മുന്നോട്ട് വച്ച ഷെയ്ഖ് അൻസാരിയുടെ പേരിലുള്ള ഈ അവാർഡ് നൽകുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇതിൻ്റെ 1990കളുടെ തുടക്കത്തിലാണ്. അത് എന്താണ് ഈ ആശയമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ
യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ സംഘടനയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പം അദ്ദേഹം ഇത് വളരെ കാര്യമായിട്ട് എനിക്ക് വിശദീകരിച്ചു തന്നു. പിന്നീട് ഞാനന്ന് കേരളത്തിന് പുറത്തായിരുന്നു, ഇതിലേക്ക് ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം പിന്നീട് കേരളത്തിൽ വരികയും ഇത് കേരളം മുഴുവൻ പടർന്നു പിടിച്ച ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ ബീജാവാപം നടന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയറും അതിൻ്റെ ആദ്യകാല സ്ഥാപക നേതാക്കളായ ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ സുരേഷ് കുമാർ തുടങ്ങിയവരാണ്. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ഈ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണിത് കാഴ്ചവെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ പാലിയേറ്റീവ് അല്ലെങ്കിൽ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ ഇപ്പം ഏറ്റവും നല്ല പാലിയേറ്റീവ് കെയർ ഉള്ള സ്ഥലമെന്ന് നമ്മൾ കണക്കാക്കുന്ന UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, നോർവേ, അമേരിക്കയിൽ അടുത്ത വളരെ വൈകിയാണ് ഈ രംഗത്ത് ശ്രദ്ധ. ഇവിടെ എല്ലാം അവിടുത്തെ പരമ്പരാഗതമായ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനോട് ഉദ്ഗ്രഥിച്ചുകൊണ്ട് അതിനോട് ഒത്തുചേർന്നുകൊണ്ട് ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയർ. ഇപ്പോൾ UK നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ അവിടുത്തെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വലിയൊരു ശൃംഖല ഉണ്ട്, ഹോസ്പീസുകളിലെയും ഇതുപോലെയുള്ള ക്ലിനിക്കുകളിലെയും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ സേവനം ഇന്ന് മിക്കവാറും ആളുകൾക്ക് ലഭ്യമാണ്. ഇതിൻ്റെ പുറകിൽ നേരത്തെ ആഷ്ലി സൂചിപ്പിച്ച പോലെ സന്നദ്ധ പ്രവർത്തനം വലിയൊരു കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ വലിയൊരു ആശയം മുട്ടിടുന്നത് ഞാൻ ഈ 90കളുടെ ആദ്യ പാതിയിലാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇത് കാണുകയുണ്ടായി, പിന്നെ ഇത് പടർന്ന് വികസിക്കുകയുണ്ടായി, പിന്നെ ഇതൊരു മോഡലായി, ഒരു ഓൾട്ടർനേറ്റ് മോഡലായി, ഒരു മാതൃകയായി മാറുന്നതും കണ്ടു. അപ്പം ഇതൊരു വലിയ സമഞ്ജസമാണ്. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയറിന് ഷെയ്ഖ് അൻസാരിയുടെ പേരിലുള്ള അവാർഡ് നൽകുക എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങൾ, രണ്ട് അഭിമുഖമായിട്ടുള്ള രണ്ട് ആശയങ്ങൾ ഒത്തുചേരുന്ന ഒരു വേളയാണ് ഈ സായാഹ്നം. അതിലേക്ക് എന്നെ ക്ഷണിച്ച ദയാപുരം ട്രസ്റ്റിനും പ്രത്യേകിച്ച് ഡോക്ടർ ആഷ്ലിക്കും എന്നെപ്പറ്റി വളരെ സ്നേഹപൂർവ്വം ഓർമ്മിച്ച എൻ്റെ അധ്യാപകനും അധ്യാപക സമാനായ ഡോക്ടർ MM ബഷീർ, എല്ലാവർക്കും അവാർഡ് ജേതാക്കൾ, ഇന്നിവിടെ ഈ സായാഹ്നത്തെ ധന്യമാക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ട് മൂന്ന് പാലിയേറ്റീവ് കെയറിനെ പറ്റി മലയാളികൾക്ക് പൊതുവെ ഒരറിവുള്ള ഒരു മേഖലയാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ചില കാര്യങ്ങൾ മാത്രം, ഒരു വളരെ ചുരുക്കിയ ഭാഷയിൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. ഇത് 1993 ആണ് കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ സംരംഭം കോഴിക്കോട് തുടങ്ങുന്നത്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുള്ള മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ്. ഈ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് മാസങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ നിർവചിക്കാൻ പറ്റിയതല്ല. നമുക്കറിയാം, ചിലർ ഉദാഹരണമായിട്ട് ഒരു പ്രായമുള്ള ഒരാൾ, ഡിമെൻഷ്യ, മറവി രോഗമൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ വർഷങ്ങളുണ്ടാവും. ഒരു ക്യാൻസർ അധികരിച്ച ക്യാൻസർ വന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് 5-6 മാസമായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ചുരുങ്ങിയ ആഴ്ചകളായിരിക്കും. പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാർ, അപ്രതീക്ഷിതമായി മരിച്ചു പോകുന്ന ചെറിയ ശതമാനം ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ആൾക്കാരുടെ പരിചരണം, ശുശ്രൂഷ, സപ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ഗ്രൗണ്ടാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഏത് രീതിയിൽ ജീവിച്ച ആളായിക്കോട്ടെ,
നിങ്ങളുടെ സാമ്പത്തികമോ സാമൂഹ്യമോ അധികാരപരമോ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, ഈ ഘട്ടത്തിൽ എല്ലാവരും സമന്മാരാണ്. അതായത് ഒരു കോമൺ ഗ്രൗണ്ടാണത്. നമുക്കിത് അറിയാം എവിടെയോ, പക്ഷേ നമുക്കിത് വരില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇതിലെന്ത് ഇടപെടൽ എന്നുള്ള ഒരു ആലോചനയാണ് പാലിയേറ്റീവ് കെയറിൽ വെക്കുന്നത്. ഇത്തരം ആൾക്കാരെ പരിചരിക്കാനുള്ള ഒരു ഇൻഫോർമൽ അനൗപചാരിക സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. കാരണം ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പരിചരണം കിട്ടുന്നുണ്ട്. വീട്ടിലൊരാൾ കിടപ്പിലായിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ അയൽവാസികളൊക്കെ വന്ന് നോക്കുന്ന. പക്ഷേ ഇതിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഔപചാരികമായ ഒരു കാര്യം അതിൽ വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചും കൂടി ക്രമാനുഗതമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചനയാണ് പാലിയേറ്റീവ് കെയറിൽ വരുന്നത്. അത് മോഡേൺ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് 10-60 കൊല്ലം മുമ്പേ സെൻറ്റ് ക്രിസ്റ്റഫർ ഹോസ്പിസ് എന്ന് പറഞ്ഞിട്ട് ലണ്ടനിലുള്ള ഒരു സ്ഥാപനം ആണ് അത് ആ രീതിയിൽ കൊണ്ടുവന്നത്. മറ്റേ പരിചരണവും അല്ലെങ്കിൽ കിടപ്പിലായ ആളുടെ പരിചരണമൊന്നും ഈ പറഞ്ഞ ആരും കണ്ടുപിടിച്ചതൊന്നുമല്ല, മനുഷ്യൻ കാലാകാലമായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ അതിൽ ഇത്തരം ഒരു നിർവചനം കൊണ്ടുവന്നു. അപ്പോൾ അത് നമ്മൾ കേരളത്തിൽ ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ്റെ മദർ NGO എന്ന് പറയുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയാണ് 93 ചെയ്തത്. അന്ന് ഇതിനൊരു പറ്റിയ വാക്ക് പോലും ഉണ്ടായിരുന്നില്ല. സാന്ത്വന പരിചരണം എന്നുള്ളൊരു വാക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിച്ചു വന്നു. അത് പക്ഷേ അത് മുഴുവനായ അർത്ഥത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല, അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ എന്നുള്ള വാക്ക് അതിന് ഉപയോഗിക്കാമെന്നൊക്കെയുള്ള മട്ടിൽ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു സൊസൈറ്റിയിൽ ഒരു കൺസെപ്റ്റ് അതിൻ്റെ ഒരു പേരടക്കം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതൊരു 30 കൊല്ലം കൊണ്ട് കേരളത്തിൽ അത് സ്പ്രെഡ് ചെയ്തത് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കപ്പെട്ടത് വളരെ പല സ്ഥലത്തും നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഫിനോമെനാണ്. ഇതിൽ തന്നെ വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. അതായത് ഇവിടെ ഇത്തരം രീതികൾ അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള രീതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിൽ പലരും ഇതിൻ്റെ തുടക്കത്തിൽ UK ഇംഗ്ലണ്ടിൽ ഇത് പാലിയേറ്റീവ് കെയർ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളിൽ ആണ് പരിശീലനം എടുത്തത്. UK പോയിട്ടാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞത്, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത് അവിടെ നിന്നാണ്. അപ്പോൾ അതിൽ കാലാകാലമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ധനിക രാജ്യങ്ങളിൽ ഈ ഒരു സംവിധാനം വികസിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ പ്രധാനമായിട്ടും നേരത്തെ NS മാധവൻ സാർ പറഞ്ഞതുപോലെ ആശുപത്രികൾ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ചേർന്നിട്ട് സ്ഥാപനങ്ങളുമായി നിന്നുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു സേവനം എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിൽ പഠനങ്ങൾ അല്ലെങ്കിൽ ഇതിന് എക്സ്പോസ്ഡ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ അല്ലല്ലോ കാര്യങ്ങൾ എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വന്ന് പാലിയേറ്റീവ് കെയർ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമ്പം ആദ്യം വളരെ പതിഞ്ഞ ശബ്ദത്തിലും പിന്നീട് വളരെ ഉറച്ച ശബ്ദത്തിലും ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. മരണം അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമല്ല. അതിലൊരു വൈദ്യശാസ്ത്രം ഉണ്ട്, ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ചില സിംറ്റംസ് ഉണ്ട് മെഡിക്കൽ. പക്ഷേ ഡെത്ത് ആൻഡ് ഡൈയിങ് എന്ന് പറയുന്നത് മെഡിക്കൽ ഇഷ്യൂ അല്ല. അത് അനുഭവിക്കുന്നത് ഒരുപാട് ആൾക്കാരാണ്. അതായത് ആ മരിക്കുന്ന ആളെ പോലെ തന്നെ അയാളെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അയാളുടെ അവസാന വിധത്തിൽ. അപ്പോൾ ഇതിലൊരുപാട് ഇമോഷണൽ കമ്പോണൻ്റ് ഉണ്ട്, ഇതിലൊരുപാട് ആധ്യാത്മികം നമ്മൾ പറയാവുന്ന എക്സിസ്റ്റൻഷ്യൽ എന്നൊക്കെ പറയാവുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഇതിൽ സാമൂഹ്യമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ കേവലം ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയായിട്ട് ചുരുക്കരുത്, അതല്ല അതിൻ്റെ ഒരു രീതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് കേരളത്തിലെ പാലിയേറ്റീവ് കെയറിൻ്റെ വലിയ പ്രത്യേകത. അപ്പോൾ അത് ഗ്ലോബലി ആഗോളതലത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അത് അക്സെപ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷേ കേരളം വളരെ പെട്ടെന്ന് തന്നെ, മലയാളി അത് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തു. ഇത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്, ഇത് എല്ലാവരുടെയും ബിസിനസ്സാണ്, ഇത് ഡോക്ടറുടെ മാത്രം സാധനമല്ല. അങ്ങനെയാണ് ഈ ഒരു സംവിധാനം കേരളത്തിൽ ഇത്രയും വ്യാപകമായിട്ട് വികസിച്ച് വന്നത്. അപ്പോൾ അത് മലയാളിക്ക് മാത്രം അഭിമാനിക്കാവുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മുടെ മാത്രം ഒരു പ്രത്യേകത. എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ചില പഠനങ്ങൾ ഒക്കെ ആൾക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് ഈ രീതിയിൽ പൊതുജനം സാധാരണ മനുഷ്യർ ഇത് ഞങ്ങളുടെയും കൂടി ഒരു ഇഷ്യൂ ആണ്, ഞങ്ങളും കൂടി ഇടപെടേണ്ടതാണെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു കാര്യം, ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊരു വളരെ രസകരമായൊരു സാധനം, ഇതിൽ അന്തർദേശീയ തലത്തിൽ ഗ്ലോബലി പാലിയേറ്റീവ് കെയറിൻ്റെ തുടക്കമെന്ന് പറയുന്ന സെൻറ്റ് ക്രിസ്റ്റഫർ ഹോസ്പിസ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനുമായിട്ട് ഒരു MOU ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ നിന്ന് എന്ത് പഠിക്കാം. അപ്പോൾ അതൊരു വലിയ തിരിച്ചറിവാണ്. അതായത് കാരണം ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ആലോചിച്ചാൽ തന്നെ മരിക്കുമ്പം ചില മരുന്നിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ. മരിക്കുന്നതിനുള്ള ആളുടെ മാനസിക പ്രശ്നങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, അയാളുടെ കമ്പാനിയൻഷിപ്പ്,
അപ്പോൾ ഇയാളെങ്ങനെ ഈ അവസാന ഘട്ടം വൃത്തിയായി പോകണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ഇയാൾക്കൊരു മരുന്ന് കൊടുക്കലോ ആസ്പത്രി കിടത്തലോ അല്ല. അത് വളരെ കോമൺ സെൻസാണ്. പക്ഷെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ്റെ ഒരു വലിയ ഒരു സംഭാവനയായിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ കാണുന്നത്. രണ്ടാമതൊന്ന് നമ്മൾ പറയുന്നത് ബി കമ്പാഷനേറ്റ്. നമ്മൾ ഇയാൾക്ക് ഒരുപാട് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇയാൾ ഈ ലോകം വിട്ടു പോകാൻ പോകുന്നൊരു ഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള കരുണാതരമായിട്ടുള്ളൊരു സമീപനം ആവശ്യമുണ്ട്. ഇത് പറയുമ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പ് ഞങ്ങൾ തന്നെ പഠിച്ച ഒരു കാര്യം, നിങ്ങളുടെ ഒരു കരുണാതരമായ സമീപനം മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ കാര്യത്തിൽ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു കമ്പാഷനേറ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള കരുണാതരമായി സമീപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തെ തന്നെ കരുണാതരമായി സമീപിക്കുക. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതായത് ഞാൻ ബാക്കി എല്ലാ കാര്യത്തിലും എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ടു നടക്കുന്നു, അങ്ങനെ പെരുമാറുള്ളൂ. മരിക്കാറായ ഒരാളടുത്ത് വരുമ്പോൾ മാത്രം ഞാൻ കരുണാതരമാവെന്ന് പറയുന്നത് അതിലെന്തൊരു അപാകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് കൺസെപ്ച്വലി കുറേ കൂടി കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റീസ്, അതായത് കരുണാതരമായ സമൂഹങ്ങൾ എന്നുള്ളതിലേക്കുള്ള ഒരു പടി, അതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു പാതയാണ് എന്ന രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ മാത്രമായിട്ടുള്ള പാലിയേറ്റീവ് കെയറും ബാക്കിയുള്ള ഇപ്പം ദയാപുരം പോലെയുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ അത് കൾച്ചറൽ രംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളിലും സന്നദ്ധ പ്രവർത്തകരുടെ കാര്യത്തിലൊക്കെ അത് വളർത്തുന്ന സാധനം. ഇത് നമ്മൾ ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട് ഞങ്ങൾക്കിപ്പോൾ. അതായത് ഇത്തരം അത് പല മേഖലകളിലായാലും, അത് കുടിവെള്ളത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും അല്ലെങ്കിൽ ലൈവ്ലിഹുഡിൻ്റെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ നിരക്ഷരതയുടെ മേഖലയിൽ. അപ്പോൾ ഇതിനൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സെപ്പറേറ്റ് ട്രാക്കല്ല, നമ്മൾ ഈ പറയുന്ന പോലെ വൈഡറായിട്ട് വിശാലമായ അർത്ഥത്തിൽ കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഒരു അവാർഡ് സ്വീകരിക്കുമ്പോൾ ഈ ഒരു നിലപാടുകൾക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഇതിലുള്ള ഒരു ഒറിജിനൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിൽ സംഭാവനകൾക്കും വേണ്ടി ഇതിലുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. വളരെ വിനയപൂർവ്വം സന്തോഷപൂർവ്വം നന്ദിയോടെ ഈ അവാർഡ് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. മരണത്തിനൊരു ഗുണനിലവാരമുണ്ടോ? ജീവിതത്തിൻ്റെ ഗുണനിലവാരമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റ് മുഴുവൻ നമ്മൾ ABCD മുതൽ പഠിക്കുന്നത് മുതൽ ഇവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ, ലോ, പോലീസ്, റോഡ് എല്ലാം ജീവിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ളതാണ്. എന്നാൽ 100% മരിക്കുമെന്ന് ഉറപ്പുള്ള, സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മരണത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ മെഡിക്കൽ പ്രൊഫഷൻ പോലും എത്രത്തോളം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. നമുക്കെല്ലാം അറിയാം. നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എവിടെ മരിക്കാനാണ് താല്പര്യം? റോട്ടിലാണോ, ഹോസ്പിറ്റലിലാണോ, ICUവിലാണോ, വീട്ടിലാണോ? 90% മുകളിലും ആളുകൾ പറയാറുള്ളത് വീടുകളിൽ വെച്ച് മരിക്കാനാണ്. നേരത്തെ സാറ് പറഞ്ഞു പെട്ടെന്നുള്ള മരണത്തിൻ്റെ റേറ്റ് കുറവാണ്. ഏകദേശം 10% താഴെ ആളുകൾ മാത്രമേ പെട്ടെന്ന് മരണപ്പെടുന്നുള്ളൂ. നമ്മളോടിപ്പോൾ ചോദിച്ചാൽ 90% മുകളിലും ആളുകൾ പറയാ പെട്ടെന്ന് മരിക്കാനാണ് ആഗ്രഹമെന്നാണ്. ആ 2 ആഗ്രഹങ്ങളും നടക്കാൻ ഇന്നത്തെ മെഡിക്കൽ സാഹചര്യത്തിൽ നമുക്ക് സാഹചര്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, സാർ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ലൈഫ് സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സമൂഹത്തിൽ കിടപ്പിലായിപ്പോയവരുടെ, മരണാസന്നരായവരുടെ ചികിത്സയ്ക്ക്, അവരെ പരിചരിക്കുന്നതിന് അവരുടെ ചുറ്റുപാടുമുള്ളവർക്ക് കൂടി പ്രാപ്തരാവണം എന്നുള്ളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് കൂടിയാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ പലരും വന്നിട്ടുണ്ടാവും. അതൊരു ജനകീയ സ്ഥാപനമാണ്, കൂട്ടായ്മയാണ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. ഒരുപാട് ഞാനൊക്കെ പാലിയേറ്റീവ് സുരേഷ് സാറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊരു 10-15 വർഷം മുമ്പ് പാലിയേറ്റീവിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ മാനസികമായിട്ടൊരു ദുരന്ത മേഖലയായിട്ടും വേദനയും മരണവും ദുഃഖവും കരച്ചിലും മാത്രമുള്ളൊരു ലോകത്തേക്ക് സഫർ ചെയ്യാൻ തന്നെ നമ്മൾ അനുഭവിക്കാം എന്ന് തീരുമാനിച്ചെടുത്ത് ചാടുമ്പം ഇങ്ങനൊരു ലോകം അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ദിവസവും തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കണ്ണ് നനയുമ്പോളം തൃപ്തി നൽകുന്ന, അതായത് ലോകത്ത്
ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമാണത്. അപ്പം അവിടെ നിങ്ങൾക്കും റോളുണ്ട്. എപ്പോൾ വേണമെങ്കിലും വരാം, ഭാരവാഹികളുടെ ബന്ധപ്പെടാം. അവിടെ വന്ന് നേരത്തെ ആഷ്ലി പറഞ്ഞ പോലെ നമ്മുടെ സമയവും ആരോഗ്യവും അതിനു വേണ്ടി നമ്മളുടെ കൂടെയുള്ള മനുഷ്യരുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിനങ്ങളിൽ നമുക്കും ഒരു സാന്ത്വന, പരിചരണ, സാമീപ്യം നൽകാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും സ്വാഗതം. ഇത് പറഞ്ഞുകൊണ്ട് നന്ദിയോടെ ഈ അവാർഡ് സ്വീകരിച്ച് അറിയിക്കുന്നു. താങ്ക് യു. ഷെയ്ഖ് അൻസാരിയുടെ പേരിലുള്ള ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തുന്ന പാലിയേറ്റീവ് സൊസൈറ്റിയുമായി ഒരു ചെറിയ തോതിൽ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇവിടെ പലർക്കും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും അറിയില്ലായിരുന്നു. ഒരു വളണ്ടിയർ ട്രെയിനിങ്ങിന് വേണ്ടി ആ സ്ഥാപനത്തിൽ പോയ സമയത്താണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഇവിടെ ഇരിക്കുന്ന സത്യപാൽ സാർ, മേഡമൊക്കെ എനിക്ക് ക്ലാസ് എടുത്തതാണ്. അവിടെ പോയി നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ അഴുക്കുകളും അവിടെ കിടക്കുന്ന രോഗികളെ കണ്ടാൽ മാറിപ്പോകുമെന്നുള്ളതാണ് വസ്തുത. ഇത്രമാത്രം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥാപനം. അവിടെ ചെന്ന സാന്ത്വന ചികിത്സ, അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ തീർത്തും നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോലിയിൽ നിന്ന് രാജിവെച്ച് വന്ന ആളുകളുണ്ട്, റിട്ടയർ ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ ആ രൂപത്തിലുള്ള വലിയ ഒരു മനസ്സിൻ്റെ ഉടമകളാണ് ആ സ്ഥാപനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വസ്തുത. എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആ സ്ഥാപനം ഒന്ന് സന്ദർശിക്കണം. ഒരു നയാ പൈസ പോലും വാങ്ങാതെയാണ് അവിടെ വളണ്ടിയർമാർക്കുള്ള പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള ട്രെയിനിങ് ഒക്കെ നടത്തുന്നത്. അവിടെ ചെന്നാൽ ഒരു പൈസയും അവർ ആവശ്യപ്പെടാറില്ല. എന്നാലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ട്രെയിനിങ്ങിന് വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഒരു സഹായം അവിടെ ചെയ്തു കൊടുത്തിട്ടേ പോകുള്ളൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ചിലപ്പോൾ അവിടെ പോകേണ്ടി വരും, ഒരു സംശയക്കാര്യത്തില്ല. ആ രൂപത്തിലുള്ള പ്രവർത്തനം നടക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് ഇതിന് തിരഞ്ഞെടുത്തതിൽ ഞാൻ അൻസാരി സ്ഥാപനത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട NS മാധവൻ സർ, സാറിനെ പോലുള്ള നല്ലവരായ മനുഷ്യർ ദയാപുരത്തോട് കാണിക്കുന്ന എന്ന പ്രയോഗം തെറ്റാണെന്ന് എനിക്കറിയാം, ദയാപുരത്തോട് പുലർത്തുന്ന സ്നേഹവും പരിഗണനയും ഞങ്ങളേറെ വിലമതിക്കുന്നു സർ. ഒരുപാട് നന്ദി. പരിപാടിയിൽ അധ്യക്ഷനായ അവാർഡ് സമിതി അധ്യക്ഷൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സർ, പാലിയേറ്റീവ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സാരഥികളായ ഡോക്ടർ സുരേഷ് കുമാർ സർ, ഡോക്ടർ അൻവർ ഹുസൈൻ സർ, ശ്രീ K. സത്യൻ തുടങ്ങിയവർ, ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, പ്രിയപ്പെട്ട കുഞ്ഞലവി സർ, ആഷ്ലി സർ, സർവ്വകാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആദിൽ സർ, ടിജി സർ തുടങ്ങി ദയാപുരത്തിൻ്റെ പ്രവർത്തകരും അല്ലാത്തവരുമായ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. അനാഥ, അഗതി, ദരിദ്ര സേവനമെന്ന ഒരാശയത്തെ വളർത്തി 4 പതിറ്റാണ്ടിൻ്റെ മഹത്തായ ചരിത്രത്തിലെത്തിക്കുമ്പോൾ, ദയാപുരം എന്ന സ്ഥാപനം 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അതിൻ്റെ നെടുംതൂണായ പ്രിയപ്പെട്ട CT സാറ് നന്ദി പറയുന്നത് അല്പത്തരമാണെന്നൊരു തോന്നലിൽ സർ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, മാധ്യമപ്രവർത്തകരെ, സാങ്കേതിക സഹായങ്ങൾ നൽകിയവരെ, ഈ ശുഭസായാഹ്നത്തിൽ സന്നിഹിതരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദയാപുരത്തിൻ്റെ സ്നേഹപൂർണമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമസ്കാരം.